ചെന്നൈയിലെ മണലി പ്രദേശം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ചക്രപാണിയുടെ കുടുംബം, ബന്ധുക്കൾ അന്നത്തെ ദിവസം പറഞ്ഞറിയിക്കാനാകാത്ത ദുഃഖത്തിലായിരുന്നു. കാരണം ഏകദേശം 51 ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ചക്രപാണി തിരികെ അന്നാണ് വീട്ടിലേക്ക് വന്നത്. പക്ഷേ ജീവനറ്റ ശരീരമായാണ് തിരികെ എത്തിയത്. വളരെ ക്രൂരമായ കൊലയാളികളാൽ ചക്രപാണി കൊല്ലപ്പെടുകയും അയാളുടെ ശരീരം 10-ൽ കൂടുതൽ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റുകയും പിന്നീട് പോലീസ് ആ ശരീര കഷ്ണങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ കൊല്ലപ്പെട്ട ചക്രപാണിയുടെ തല ഒരു നദിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. 50 ദിവസത്തോളം പോലീസിനെ കൊണ്ടത് കണ്ടെത്താനേ സാധിച്ചില്ല. പോലീസും അഗ്നിശമന സേനയെല്ലാം തീവ്രമായി തിരിഞ്ഞു നോക്കി. പക്ഷേ അവസാനം വരെയും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനാൽ ഈ കിട്ടിയ ശരീരഭാഗങ്ങൾ DNA പരിശോധന നടത്തുകയും അത് ചക്രപാണിയാണ് എന്ന് സംശയമില്ലാതെ തെളിയിച്ചതിനു ശേഷമാണ് തലയില്ലാത്ത ചക്രപാണിയുടെ വെട്ടിമുറിച്ച ശരീരഭാഗങ്ങൾ വളരെ ഭയാനകമായ അവസ്ഥയിൽ ആ വീട്ടിലേക്ക് തിരികെ വന്നത്. ആരാണ് ഈ ചക്രപാണി? അയാളെ കൊന്ന ആ ക്രൂരമായ കൊലയാളികൾ ആരെല്ലാം? ചക്രപാണിയെ ഇത്ര ക്രൂരമായി കൊല്ലാൻ കാരണം എന്താണ്? 2022 വർഷം തമിഴ്നാട് മുഴുവനും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ ചക്രപാണി വധക്കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ചെന്നൈക്കടുത്തുള്ള മണലി എന്ന സ്ഥലം, അവിടെയുള്ള ഗണപതി സ്ട്രീറ്റിനടുത്ത് താമസിക്കുന്നയാളാണ് 65 വയസ്സുള്ള ചക്രപാണി. ഇയാൾ തമിഴ്നാട്ടിലൊരു പാർട്ടിയായ DMKയിലെ ഒരു പ്രതിനിധിയായിരുന്നു. കൂടാതെ പലിശയ്ക്കും പണം കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. പോരാത്തതിന് അവർ താമസിക്കുന്ന വീടിന് താഴെ ഒരു ഫാൻസി സ്റ്റോറും നടത്തുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടും പലിശയ്ക്ക് പണം കൊടുക്കുന്ന ജോലി ചെയ്തതുകൊണ്ടും ആ ഒരു പ്രദേശത്തെല്ലാം ചക്രപാണിയെ നന്നായി തന്നെ അറിയാം. ഒരു സ്വാധീനമുള്ള വ്യക്തി എന്ന് തന്നെ പറയാം. ഈ രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെ കാരണം ഇയാൾക്ക് ചില ശത്രുക്കളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇയാളുടെ ജീവിതം ഒരൽപ്പം കയറ്റവും ഇറക്കവുമായി അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ 2022 മെയ് മാസം 10-ാം തീയതി ജോലി ആവശ്യത്തിനായി ചക്രപാണി പുറത്തേക്ക് പോകുന്നു. സാധാരണ പലിശ പണം കളക്ട് ചെയ്യാനായി ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതും പണം വാങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് തിരികെ വരുന്നതുമൊക്കെ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ താൻ എവിടെ പോകുന്നു എന്ന് പലപ്പോഴും പറയാറില്ലായിരുന്നു. അന്നും അങ്ങനെ തന്നെ ചക്രപാണി താൻ എവിടെ പോകുന്നു എന്നുള്ളത് വീട്ടുകാരോട് പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നാൽ വീട്ടിൽ നിന്നും പോയി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരികെ വീട്ടിൽ വന്നില്ല. അതിനാൽ ഭാര്യയായ ലക്ഷ്മി ഇപ്പോൾ ചക്രപാണിയെ ഫോണിൽ വിളിക്കുന്നു. എന്നാൽ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. ലക്ഷ്മി ഒരല്പസമയം കൂടെ കാത്തിരുന്നു. എന്നാൽ അപ്പോഴും ഭർത്താവിനെ കാണാത്തത് കൊണ്ട് മകനായ നാഗേന്ദ്രയോട് ഇക്കാര്യം പറഞ്ഞു. നാഗേന്ദ്രയും ചക്രപാണിയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനുശേഷം ചക്രപാണിയുടെ മറ്റ് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഇങ്ങനെ എല്ലാവരോടും ചക്രപാണിയെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ ചക്രപാണി ഇവിടെ വന്നില്ലല്ലോ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതിനുശേഷം തന്റെ അച്ഛന്റെ പക്കൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിയ ചിലരുടെ വീട്ടിൽ ചെന്ന് നാഗേന്ദ്ര അന്വേഷിച്ചു. എന്നാൽ അവിടെയും യാതൊരു വിവരവും ലഭിച്ചില്ല. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ കുടുംബം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് നിരാശ മാത്രമായിരുന്നു സമ്മാനിച്ചത്. അടുത്ത ദിവസം, അതായത് മെയ് മാസം 11-ാം തീയതി ആ കുടുംബം മണലി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. 10-ാം തീയതി രാവിലെ ഒരു 11 മണിയോടുകൂടി തന്റെ അച്ഛനായ ചക്രപാണിയെ കാണാതായപ്പോൾ പച്ച നിറത്തിലുള്ള ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. അതേ നിറത്തിലുള്ള പാന്റും ധരിച്ചിരുന്നു. വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ബൈക്കിലാണ് പുറത്തേക്ക് പോയത്. ഇങ്ങനെ നാഗേന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ഈ കേസ് ഫയൽ ചെയ്യുകയും ചക്രപാണി തിരയാൻ തുടങ്ങി. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കാണാതായതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പോലീസിന് സമ്മർദ്ദം ഉണ്ടായിരുന്നു. ചക്രപാണിക്ക് ആരെല്ലാമാണ് ശത്രുക്കൾ? ആർക്കെല്ലാം അയാൾ പലിശയ്ക്ക് പണം നൽകിയിട്ടുണ്ട്? അവരുമായി അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ആ കുടുംബത്തോട് ചോദിച്ചു. അത് വെച്ച് അവരൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് വളരെ ഗൗരവമായി രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ചെന്നൈയിൽ നിന്ന് എവിടെയെങ്കിലും അജ്ഞാത മൃതദേഹം കണ്ടെത്തിയാൽ, അതും 65 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അറിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഒരു വിവരം പോയി. ചക്രപാണി ആരെങ്കിലും പണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പണം ചോദിക്കാനെ തീർച്ചയായും വിളിക്കും. അതുകൊണ്ട് പോലീസ് കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ ആ കുടുംബത്തിലേക്ക് അങ്ങനെ യാതൊരു കോളും വന്നില്ല. ചക്രപാണിയെ കാണാതായി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കൂടിയും അയാളെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിക്കാത്തത് കൊണ്ട് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ആരെങ്കിലും അയാളെ കൊന്നിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിച്ചു.
ആ ഒരു രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണവും കൂടുതലായും പോയത്. അങ്ങനെ ഈ ഒരു കേസിൽ യാതൊരു ക്ലൂവും ലഭിക്കാത്തത് കൊണ്ട് കേസ് അതേ സ്ഥിതിയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നീട് ചക്രപാണിയുടെ ഫോൺ അവസാനം ഏത് ലൊക്കേഷനിലായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ അവസാനമായി 10-ാം തീയതി ചെന്നൈ റായപുരം പ്രദേശത്ത് സജീവമായിരുന്നുവെന്ന് മനസ്സിലായി. പക്ഷേ ഈ റായപുരത്തിൽ അയാളുടെ മൊബൈൽ ഫോൺ കൃത്യം ഏത് സ്ഥലത്തിൽ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം അയാളുടെ ഫോൺ തുടർന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ എവിടെയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ അയാളുടെ ഫോൺ തുടർന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതും പോലീസിനെ ഒരു ഡെഡ് എൻഡിൽ തന്നെ കൊണ്ടെത്തിച്ചു. ഈ സാഹചര്യത്തിൽ മെയ് മാസം 15-ാം തീയതി ചക്രപാണിയുടെ ഫോൺ ചില സെക്കൻഡുകൾ മാത്രം ഓൺ ആവുകയും വീണ്ടും ഓഫ് ആവുകയും ചെയ്തു. ഇത് പോലീസ് കണ്ടെത്തി. അങ്ങനെ ആ ഫോൺ ആ സമയം എവിടെ ഓൺ ആയി എന്ന ലൊക്കേഷൻ പോലീസ് കണ്ടെത്താൻ നോക്കുന്നു. അത് റായപുരത്തിലുള്ള കൽമണ്ഡപം ഗ്രേസ് ഗാർഡൻ 3-ാം തെരുവിലായിരുന്നു ആ ലൊക്കേഷൻ കാണിച്ചത്. ചക്രപാണിയുള്ള സ്ഥലത്ത് നമ്മൾ അടുത്തു എന്ന ആശ്വാസത്തിൽ പോലീസ് ആ തെരുവിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചക്രപാണിയുടെ ബൈക്ക് നിൽക്കുന്നത് കണ്ടു. പിന്നീട് ആ പ്രദേശത്തുണ്ടായിരുന്നവരോട് ചക്രപാണിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ കുറച്ച് അകലെയുള്ള ഒരു വീടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വീട്ടിലേക്ക് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ളത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്നും പറഞ്ഞു. ഇവർ ചൂണ്ടിക്കാണിച്ച് ആ വീടിനെ ലക്ഷ്യം വെച്ച് പോലീസ് ഇപ്പോൾ പോകാൻ തുടങ്ങി. ആ വീടിന്റെ വാതിൽ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. പോലീസുകാർ വീടിന് മുൻപിൽ വന്ന് നിന്നിട്ട് ഒരുപാട് സമയം വാതിൽ മുട്ടി. പക്ഷെ അകത്തു നിന്നും ആരും വാതിൽ തുറന്നില്ല. ഇപ്പോൾ സംശയം വന്ന പോലീസുകാർ വീടിന്റെ വാതിൽ തകർത്ത് അകത്തേക്ക് കടക്കാമെന്നൊക്കെ ഒരു പദ്ധതി ഇട്ടു. വീടിന്റെ വാതിൽ വളരെ ശക്തിയായി തുറക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ വീടിന്റെ വാതിൽ ഒരാൾ അകത്തു നിന്ന് വന്ന് തുറന്നത്. അകത്തു നിന്ന് വാതിൽ തുറന്നത് തമീം ബാനു എന്ന ഒരു സ്ത്രീയായിരുന്നു. തമീം ബാനു വാതിൽ തുറന്നതും പോലീസ് ആ വീടിനുള്ളിലേക്ക് കയറി. ചക്രപാണി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കി. പക്ഷെ അയാളെ ആ വീട്ടിൽ എവിടെയും കണ്ടെത്താനായില്ല. എന്നാൽ ആ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ മുതൽ പോലീസ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട്. അതേസമയം ഈ തമീം ബാനുവിന്റെ പ്രവർത്തനങ്ങളും സംസാരവും സംശയാസ്പദമായിരുന്നു. അതുകൊണ്ട് പോലീസ് ഈ ദുർഗന്ധം എവിടെ നിന്ന് വരുന്നുവെന്നറിയാനായി വീട് മുഴുവനും തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ വീടിന്റെ കുളിമുറിയിൽ ഒരു പ്ലാസ്റ്റിക് ഡ്രം ഉള്ളത് ശ്രദ്ധിച്ചു. ആ ഡ്രമ്മിനുള്ളിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു 10 പാർസലുകൾ ഉള്ളത് പോലീസ് ശ്രദ്ധിച്ചു. വല്ലാത്ത പരിഭ്രാന്തിക്കൊടുവിൽ പോലീസുകാർ ആ പാർസൽ വളരെ ശ്രദ്ധയോടുകൂടി തുറന്നു നോക്കി. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിനുള്ളിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങളായിരുന്നു, എല്ലാം വെട്ടപ്പെട്ട അവസ്ഥയിൽ. കൂടാതെ ചക്രപാണി അവസാനമായി ധരിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞ പച്ച നിറത്തിലുള്ള ഷർട്ടും പാൻറ്റും ആ വീട്ടിൽ നിന്നും കണ്ടെത്തി. ഇതിലൂടെ ചക്രപാണിയാണ് മരിച്ചത്, അയാളുടെ ശരീരമാണ് കഷ്ണങ്ങളാക്കി മുറിച്ചത് എന്നും പോലീസിന് മനസ്സിലായി. ഇപ്പൊ നേരെ വന്നിട്ട് തമീം ബാനുവിനോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തമീം ബാനു സംഭവിച്ച എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു. 40 വയസ്സുള്ള തമീം ബാനും അദ്ദേഹത്തിന്റെ ഭർത്താവ് അസ്ലാം ഉജൈനയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മണലി പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അസ്ലാം ഉജൈനി ടി നഗർ പ്രദേശത്ത് തെരുവിൽ വസ്ത്ര കച്ചവടം നടത്തുകയായിരുന്നു. ആ സമയം തന്റെ ബിസിനസിന് വേണ്ടിയും ചിലവുകൾക്ക് വേണ്ടിയും ആ പ്രദേശത്ത് വളരെ അറിയപ്പെട്ടിരുന്ന ചക്രപാണിയുടെ പക്കൽ നിന്നും കുറച്ച് പണം കടം വാങ്ങി. നൽകിയ പണം തിരികെ ചോദിക്കാനായി ചക്രപാണി അസ്ലാമിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം പല സമയങ്ങളിലും അസ്ലാം അവിടെ കാണാറില്ല. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കും ഉണ്ടാവുക. ചക്രപാണിയോട് ഈ ഭാര്യ ഉത്തരം പറഞ്ഞൊരു ഘട്ടത്തിൽ മടുത്തു. ഇടയ്ക്കിടെ ഇയാൾ ഈ പലിശ ചോദിച്ചും പണം ചോദിച്ചും വീട്ടിലേക്ക് വരുന്നത് പോലും ഈ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പല സമയങ്ങളിലും ചക്രപാണിയോട് പലതരത്തിലുള്ള കള്ളങ്ങൾ തമീം ബാബു പറയാൻ തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ഈ തമീം ബാനു അയാളോട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മനോഭാവം കാണിക്കാൻ തുടങ്ങി. തമീം ബാനുവിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഭീഷണിപ്പെടുത്തി പണം ചോദിക്കാൻ വന്ന ചക്രപാണിയുടെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. തന്റെ വീട്ടിലേക്ക് പണം ചോദിച്ചു വന്ന ചക്രപാണിക്ക് തന്നെ കൊണ്ട് പണം നൽകാൻ കഴിയാത്തത് കൊണ്ട് തമീം ബാനു തന്നെ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു. ഇങ്ങനെ തമീം ബാനു ചക്രപാണിയുമായി ഒരു ഇല്ലീഗൽ അഫെയർ ആരംഭിക്കുകയാണ്. എന്നാൽ ഒരു സമയത്തിന് ശേഷം ഈ ഒരു ബന്ധം തമീം ബാനുവിന്റെ ഭർത്താവായ അസ്ലാം ഉജൈനി മനസ്സിലാക്കുന്നു. ഇനി ഇത് തുടർന്നു കൊണ്ടുപോയാൽ തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് പെട്ടെന്ന് ഒരു ദിവസം ആരോടും പറയാതെ, ചക്രപാണിയോട് പോലും യാതൊരു വിവരവും നൽകാതെ അസ്ലാം ഉജൈനിയുടെ കുടുംബം മണലിയിലുള്ള ആ വീട്ടിൽ നിന്നും റായപുരം പ്രദേശത്തേക്ക് താമസം മാറുന്നു. എന്നാൽ തമീം ബാനു ഉണ്ടായിരുന്ന ആ റായപുരം വീടും ചക്രപാണി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും അവിടെയും ആ ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോയി. ഈ സാഹചര്യത്തിൽ 2022 മെയ് മാസം 10-ാം തീയതി ചക്രപാണി ഒരൽപ്പം മദ്യപിച്ചിരുന്നു.
എന്നിട്ട് തമീം ബാനുവിന്റെ വീട്ടിലേക്ക് വന്നു. ആ സമയം തമീം ബാനുവിന്റെ വീട്ടിൽ അവരുടെ 2 പെൺമക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തമീം ബാനു ചക്രപാണിയോട്, ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട, എൻ്റെ 2 പെൺമക്കൾ വീട്ടിൽ തന്നെയുണ്ട്, മറ്റൊരു ദിവസം വരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ചക്രപാണി അത് കേട്ടില്ല. അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലോ നിയന്ത്രണത്തിലോ അല്ലായിരുന്നു അയാൾ. തമീം ബാനുവിന്റെ മക്കളുടെ മുൻപിൽ വെച്ച് തന്നെ അയാൾ അവളോട് വളരെ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഈ സമയത്തെ ശബ്ദം കേട്ട് അവിടേക്ക് വന്ന തമീം ബാനുവിന്റെ സഹോദരനായ വാസിം ഭാഷ ചക്രപാണിയെ വീടിനുള്ളിലേക്ക് തള്ളിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴും ദേഷ്യം മാറാത്ത സഹോദരൻ വീട്ടിലുണ്ടായിരുന്ന കത്തിയും അരിവാളും എല്ലാം എടുത്തുകൊണ്ടുവന്ന് വാസിം ഭാഷയും തമീം ബാനുവും ചേർന്ന് ചക്രപാണിയെ മാറി മാറി വെട്ടാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ രക്തം ഒരുപാട് നഷ്ടമായ ചക്രപാണി ആ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പിന്നീട് വസീം ഭാഷ തന്റെ സുഹൃത്തായ ദിലീപ് ബാബുവിന് ഫോൺ ചെയ്ത് വിളിച്ചു. ഈ ചക്രപാണിയുടെ ഡെഡ് ബോഡി എങ്ങനെ മറച്ചു വയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇവർ കൂടിയിരുന്ന് പദ്ധതിയിട്ടു. അതുവരെയും ചക്രപാണിയുടെ മൃതദേഹം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം പുതുതായി ഒരു കത്തി വാങ്ങിക്കൊണ്ടുവന്നു. ആദ്യം അയാളുടെ ശരീരം തിരിച്ചറിയാതിരിക്കാനായി തല മാത്രം പ്രത്യേകം വെട്ടിയെടുത്തു. പിന്നീട് നെഞ്ചുഭാഗം, വയറ്, കാലുകൾ, കൈകൾ ഇങ്ങനെ ആകെ 10 കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലുകയാണെങ്കിൽ ആദ്യം കുടലിൽ നിന്നായിരിക്കും ദുർഗന്ധം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ചക്രപാണിയുടെ ശരീരത്തിൽ നിന്നും കുടൽ പുറത്തേക്ക് മുറിച്ചു മാറ്റുന്നു. പിന്നീട് ചക്രപാണിയുടെ ശരീരഭാഗം എല്ലാം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റി. എന്നിട്ടതെല്ലാം ഒരു ചാക്കിലിടുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന രക്തമെല്ലാം തുടച്ചു വൃത്തിയാക്കി. തുടർന്ന് വാസിം ഭാഷയും ഈ ദിലീപ് ബാബുവും ചേർന്ന് ചക്രപാണിയുടെ തല ഒരല്പം ദൂരെയുള്ള ഒരു നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ശരീരത്തിന്റെ മറ്റൊരു ഭാഗം വേറൊരു പ്രദേശത്തേക്ക് കൊണ്ടെറിഞ്ഞു. ഇങ്ങനെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളിൽ വലിച്ചെറിയാമെന്നവർ തീരുമാനിച്ചു. എന്നാൽ ആ സമയത്ത് വാസിം ഭാഷി ഏതോ ഒരു ചിന്തയിൽ ചക്രപാണിയുടെ ഫോൺ ഓൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഓഫും ചെയ്തു. ഇതാണ് പോലീസിന് ഉടൻ തന്നെ ഇൻഫർമേഷൻ ലഭിക്കാൻ കാരണമായത്. തമീം ബാനു പറഞ്ഞ വിവരങ്ങൾക്ക് ശേഷം തമീം ബാനു, 35 വയസ്സുള്ള വാസിം ഭാഷി, 29 വയസ്സുള്ള ദിലീപ് ബാബു ഇവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ഇവരെ പോലീസ് ജയിലിലും അടച്ചു. ചക്രപാണിയുടെ തല കണ്ടെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആ ശരീരം കുടുംബത്തെ ഏൽപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ വാസിം ഭാഷിയും ദിലീപ് ബാബുവും ചക്രപാണിയുടെ തല എറിഞ്ഞു കളഞ്ഞ പ്രദേശം ഏതാണെന്ന് പോലീസിന് പറഞ്ഞു കൊടുത്തു. പോലീസും അഗ്നിശമന സേനയും സ്കൂബ ഡൈവ് ചെയ്യുന്നവർ ധാരാളം പേർ ആ ഒരു നദിയിൽ ചക്രപാണിയുടെ തല തിരയാൻ തുടങ്ങി. എന്നാൽ ഒരു 50-51 ദിവസമായിട്ട് കൂടിയും അയാളുടെ തല ലഭിച്ചില്ല. 50 ദിവസം കഴിഞ്ഞിട്ടും തല ലഭിക്കാത്തത് കൊണ്ട് 51-ാം ദിവസം തല ഇല്ലാതെ മറ്റ് ശരീരഭാഗങ്ങളെല്ലാം കുടുംബത്തിന് കൈമാറി. ചക്രപാണിയുടെ ഇല്ലീഗൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും അയാളുടെ സ്വഭാവ രീതികളെ കുറിച്ചുമൊക്കെ ആ കുടുംബത്തിലെ എല്ലാവർക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ പലർക്കും അയാളോട് തീരെ താല്പര്യമില്ല. എങ്കിൽ പോലും ജീവനോടുകൂടി പൂർണ്ണമായും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ വെറും മാംസ കഷ്ണങ്ങളായി വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ ഒരു കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇതിന്റെ വിധി ഇതുവരെ വന്നിട്ടില്ല. ഒരാളെ കൊന്നത് മാത്രമല്ല, ക്രൂരമായി ശരീരത്തെ വെട്ടി കഷ്ണങ്ങളാക്കിയ ഈ ഒരു സംഭവം 2022 തന്നെ തമിഴ്നാട് മുഴുവനും വല്ലാത്തൊരു ചർച്ചാ വിഷയമായി. സത്യത്തിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് തന്നെ ഒരു കുറ്റമാണ്. എന്നാൽ വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാതെ വന്നപ്പോൾ അത് ഇനി ഒരിക്കലും നൽകാതിരിക്കാനായി ഒരു കുറുക്ക് വഴി ആ സ്ത്രീ സ്വീകരിച്ചു. സത്യത്തിൽ ചക്രപാണി പലിശയ്ക്ക് പണം വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമേ ആ വീട്ടിൽ വന്നുള്ളൂ. പക്ഷേ അയാളെ തന്റെ വലയിൽ അകപ്പെടുത്തിയത് തമീം ബാനു എന്ന സ്ത്രീയായിരുന്നു. പിന്നീടായിരുന്നു അവർ തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ആരംഭിച്ചത്. അപ്പോഴും ഈ ചക്രപാണിക്ക് അറിയില്ലായിരുന്നു തമീം ബാനുവിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഒരു പുരുഷനെ തന്നിലേക്ക് ആകർഷിച്ച് ലാഭം സൃഷ്ടിക്കാം എന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ ചെറിയ ആനുകൂല്യങ്ങൾ നേടാനായി നമ്മൾ വലിയ നഷ്ടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. അതിനാൽ ഏത് കാര്യമായാലും ദീർഘദൃഷ്ടിയോടുകൂടി സമീപിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ആരെയും അമിത വിശ്വാസത്തോടു കൂടി സമീപിക്കരുത്. പ്രത്യേകിച്ച് സാമ്പത്തിക ബന്ധങ്ങൾക്കും സ്വകാര്യ ബന്ധങ്ങൾക്കും ഇടയിൽ ഒരു വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ 2 പെൺമക്കൾക്കും ചക്രപാണിയുടെ കുടുംബത്തിനും മാത്രമാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ ആ തെറ്റു കാരണം ദുഃഖം അനുഭവിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല, നമ്മെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പേരായിരിക്കും. അതിനാൽ തെറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് കാരണം ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക.
ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് അറിയാനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.